ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ തിളങ്ങി മലയാളം. ആട്ടം മികച്ച ചിത്രം, മികച്ച തിരക്കഥ, ചിത്ര സംയോജന പുരസ്കാരങ്ങളും ആട്ടത്തിന്. മാളികപ്പുറത്തിലെ പ്രകടനത്തിലൂടെ ശ്രീപദ് മികച്ച ബാലതാരം, സൗദി വെള്ളയ്ക്ക മികച്ച മലയാള സിനിമ, കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടി മികച്ച നടൻ, മികച്ച നടി നിത്യ മേനോൻ. മികച്ച നടി രണ്ടാളുകളാണ്. ഒന്ന് ഉർവശി, രണ്ട് ബീന ആർ ചന്ദ്രൻ. മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ആടുജീവിതം. മികച്ച നടനും സംവിധായകനും അടക്കം 9 പുരസ്കാരങ്ങൾ. മികച്ച നടൻ പൃഥ്വിരാജ്, ആടുജീവിതത്തിലൂടെ ബ്ലെസി മികച്ച സംവിധായകൻ, അലംബിത തിരക്കഥ, ഛായാഗ്രഹണമടക്കമുള്ള പുരസ്കാരങ്ങളും സ്വന്തമാക്കി. മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ട് ഉർവശിയും ബീന ആർ ചന്ദ്രനും. കാതൽ ദിക്കോർ മികച്ച ചിത്രം, ഇരട്ട മികച്ച രണ്ടാമത്തെ ചിത്രം, വിജയരാഘവൻ മികച്ച സ്വഭാവ നടൻ. എമ്മ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ അനിശ്ചിതത്വം. അന്തിമ തീരുമാനം നാളെ രാവിലെ. സ്വകാര്യത ലംഘനമില്ലെന്ന് ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച് നടി രഞ്ജിനി. ഹർജി കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പുനരാലോചന. ചിരൂരിൽ തിരച്ചിൽ താൽക്കാലികമായി നിർത്തി. ഗംഗാവാലിപ്പുഴയിൽ ഡൈവിംഗ് ബുദ്ധിമുട്ടെന്ന ദൌത്യസംഘം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു. ഡ്രഡ്ജർ എത്തിക്കാൻ വൈകും. അടുത്തയാഴ്ചയോടെ ദൌത്യം പുനരാരംഭിക്കുമെന്ന ദൌത്യസംഘം. രണ്ട് സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക്. ജമ്മുകാശ്മീരിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ജമ്മുകാശ്മീരിൽ 3 ഘട്ടമായും ഹരിയാനയിൽ ഒറ്റഘട്ടമായും വോട്ടെടുപ്പ്. ജമ്മുവിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 10 വർഷത്തിനു ശേഷം. വയനാട് അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല. യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ ആർജിക്കർ ആശുപത്രിയിലെത്തി തെളിവുകൾ ശേഖരിച്ച CBI. സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന് കൊൽക്കത്ത ഹൈക്കോടതി. കൊലപാതകത്തിൽ സഹപ്രവർത്തകർക്ക് പങ്കെന്ന കുടുംബത്തിന്റെ മൊഴി. നാളെ രാജ്യവ്യാപക പ്രതിഷേധവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ.